ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഫ്രഞ്ച് മൂവിയുടെ കഥ കേട്ടാലോ? സിനിമകളിൽ ത്രില്ലറുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതുപോലെ ഇഷ്ടമുള്ള മറ്റൊരു കാറ്റഗറി പീരീഡ് ക്ലാസിക് മൂവീസ് ആണ്. ഈ സിനിമകളിലെ സിനിമാറ്റോഗ്രഫി, പ്രത്യേകിച്ച് പ്രകൃതി സൗന്ദര്യത്തിനും കഥാപാത്രങ്ങളുടെ വേഷവിധാനങ്ങൾക്കുമൊക്കെ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു മധുര പ്രതികാരത്തിന്റെ കഥയാണ്. തന്നെ പ്രണയിച്ചു മടുത്ത മുൻകാമുകിയെ തന്നെ വിശ്വസ്ത സുഹൃത്താക്കാൻ തോന്നിയ ഒരു സ്ത്രീലമ്പടനായ പുരുഷന് കിട്ടിയ എട്ടിന്റെ പണിയുടെ കഥ, ലേഡി ജെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഫ്രാൻസ് ആണ് ഈ കഥയുടെ പശ്ചാത്തലം. തലസ്ഥാന നഗരമായ പാരീസിൽ നിന്നും ഒരുപാടകന്ന് ആ തിരക്കും ബഹളങ്ങളും ഒക്കെ ഒഴിഞ്ഞ ഒരു പ്രശാന്ത സുന്ദരമായ സ്ഥലത്ത് ഏക്കറുകളോളമുള്ള ഭൂസ്വത്തിനുടമയായ ധനികയായ ഒരു വിധവയാണ് ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ. ഇവരെ നമുക്ക് കാതറിൻ എന്ന് വിളിക്കാം. പഴയ ഫ്രഞ്ച് പേരുകളെല്ലാം തന്നെ കുറച്ച് നീളമുള്ളതാണ്. അത് പറയാൻ പ്രയാസമുള്ളത് കൊണ്ട് വിളിക്കാൻ എളുപ്പമുള്ള പേരുകളാണ് നമ്മൾ ഇതിലെ കഥാപാത്രങ്ങൾക്ക് നൽകുന്നത്. കാതറിൻ വിധവയാണെങ്കിലും സൗന്ദര്യവും ബുദ്ധിശക്തിയും വാക്ചാതുര്യവും ഒക്കെ ഒരുമിച്ച് ചേർന്ന ഒരു യുവതിയായിരുന്നു. ആഡംബര ജീവിതം, എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ജീവിതത്തിൽ ഒരിക്കലും അവൾക്ക് പ്രണയം തോന്നിയിട്ടില്ല ആരോടും, മരിച്ചുപോയ സ്വന്തം ഭർത്താവിനോട് പോലും. അങ്ങനെയിരിക്കെയാണ് പാരീസിൽ വെച്ച് അവൾ മാർക്യൂസിനെ കണ്ടുമുട്ടുന്നത്. മാർക്യൂസ് പാരീസിലെ സ്ത്രീകൾക്കിടയിൽ പ്രധാന ചർച്ചാ വിഷയമായിരുന്നു അക്കാലത്ത്. താല്പര്യം തോന്നുന്ന ഏത് പെണ്ണിനെയും വശീകരിച്ച് ആഗ്രഹം നിറവേറ്റാൻ പ്രത്യേക കഴിവായിരുന്നു അയാൾക്ക്. മാർക്യൂസിന്റെ പ്രഭാവലയത്തിൽ വീഴാത്ത സ്ത്രീകൾ ആരും ഉണ്ടായിരുന്നില്ലെന്ന്. താല്പര്യം തീർന്നു കഴിഞ്ഞാലോ അയാൾ അടുത്ത സ്ത്രീയെ തേടിപ്പോകും. നൂറുകണക്കിന് സ്ത്രീകൾ ഇത്തരത്തിൽ അയാളുടെ ജീവിതത്തിലൂടെ കയറിയിറങ്ങി പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അയാൾക്കൊരു വില്ലൻ പരിവേഷമൊന്നും നൽകാൻ കഴിയില്ല കേട്ടോ. കാരണം ആളൊരു മാന്യനായിരുന്നു. അയാൾക്കടുത്തെത്തുന്ന സ്ത്രീകൾക്ക് അയാളുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന ധാരണയും ഉണ്ടായിരുന്നു. മാർക്യൂസ് ആർക്കും ഒരു പ്രോമിസും കൊടുത്തിരുന്നില്ല താനും. അങ്ങനെ കാതറീനും മാർക്യൂസും പരിചയപ്പെടുന്നു. അത് താമസിക്കാതെ തന്നെ കെട്ടുറപ്പുള്ള ഒരു സൗഹൃദത്തിലേക്കാണ് വഴിമാറിയത്. പരസ്പരം എന്തും തുറന്ന് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഉത്തമ സുഹൃത്തുക്കളായവർ മാറി. കാതറീൻ മാർക്യൂസിനെ തന്റെ മാൻഷനിലേക്ക് അതിഥിയായി ക്ഷണിച്ചു. അയാൾ അത് പ്രതീക്ഷിച്ചിരുന്നു. ഈ സൗഹൃദത്തിന്റെ പിന്നിൽ അയാൾക്ക് കാതറിനോട് താല്പര്യമുണ്ടെന്ന സത്യം മറച്ചു വച്ചില്ല മാർക്യൂസ്. പക്ഷേ കാതറീൻ കുറച്ച് ശ്രദ്ധാലുവായിരുന്നു ഈ വിഷയത്തിൽ. മാർക്യൂസിന്റെ മുൻ കാമുകിമാരുടെ ഗതി തന്നെയാകും തനിക്കും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. മാർക്യൂസ് 5-6 മാസം അവൾക്കൊപ്പം താമസിച്ച് പലവിധം പരിശ്രമിച്ചെങ്കിലും കാതറീൻ സൗഹൃദത്തിന്റെ പരിധിയിൽ നിന്നും ഒന്നനങ്ങിയില്ല. പക്ഷേ കാതറീന്റെ സൗന്ദര്യവും വ്യക്തിത്വവും അയാളെ അവളിൽ നിന്നും അകന്നു പോകാനും അനുവദിച്ചില്ല. ഒരിക്കൽ അയാൾ അവളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രണയത്തിൽ താല്പര്യം കാണിക്കാത്തത്? അതിനവൾ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: പ്രണയം നശ്വരമാണ്. ശരീരങ്ങൾ ഒന്നാകുന്നതുവരെ പ്രണയത്തിന് ആയുസ്സുണ്ടാകൂ. സൗഹൃദമാണ് എന്നും നിലനിൽക്കുന്ന ബന്ധം. ഒടുവിൽ അവളുടെ ഏകാന്ത ജീവിതത്തെ മുതലെടുത്ത് കൺവിൻസ് ചെയ്ത് കാതറിനെയും അയാൾ വലയിൽ വീഴ്ത്തി. ഏകദേശം 2 വർഷങ്ങൾ കഴിഞ്ഞു അവർ പ്രണയത്തിലായിട്ട്. ആദ്യ നാളുകൾ വളരെ മനോഹരമായിരുന്നു. സൗഹൃദവും പ്രണയവും ഒന്ന് ചേർന്ന സന്തോഷനിർഭരമായ ദിനങ്ങൾ. പതിയെ മാർക്യൂസിന്റെ പല മാറ്റങ്ങളും കാതറിൻ ശ്രദ്ധിച്ചു തുടങ്ങി. അയാൾ തന്നെ ഇപ്പോഴും ആത്മാർത്ഥമായി പ്രണയിക്കുന്നുവെന്ന് വിശ്വസിക്കാനായിരുന്നു പക്ഷെ അവൾ ഇഷ്ടപ്പെട്ടത്. 6 മാസത്തോളം മറ്റൊരു പെണ്ണിനെ പോലും ചിന്തിക്കാതെ തന്നോടൊപ്പം മാത്രം സമയം ചിലവഴിച്ചാണ് മാർക്യൂസ് തന്റെ പ്രണയം കരസ്ഥമാക്കിയത്. ഇത്രയുമൊക്കെ ആയതിനു ശേഷം തന്നെ ഉപേക്ഷിക്കുമോ എന്ന് അവൾ ഉള്ളിൽ ഭയപ്പെടാൻ തുടങ്ങി. കാതറിനെ കാണാൻ പാരീസിൽ നിന്ന് വന്ന ഒരു കൂട്ടുകാരി സൂസൻ, അവളുടെ ബാല്യകാലം മുതൽക്കേയുള്ള സുഹൃത്താണ്, അവളുടെ കഥ കേട്ടു. സൂസനെയും ഇതുപോലെ ഒരാൾ പ്രണയിച്ചു വഞ്ചിച്ചതാണ്. വിരഹവേദനയുടെ തീവ്രത എത്രയും കുറയണമെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ സത്യം അംഗീകരിക്കുകയാണ് നല്ലത് എന്ന് സൂസൻ അവളെ ഉപദേശിച്ചു. നാളുകൾ കഴിയും തോറും വേദനയുടെ ആഘാതം കൂടി വരികയുള്ളൂ. അത്തവണ മാർക്യൂസ് ഒരു ദീർഘയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ കാതറിൻ അയാളോട് തനിക്ക് ഇപ്പോൾ പഴയ പോലുള്ള ഫീലിങ്സ് ഒന്നും അയാളോടില്ല എന്നൊരു കളവ് പറഞ്ഞു. ഒരു പരീക്ഷണം. പക്ഷേ അവളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി അയാൾ ഒന്നും എതിർത്തു പറഞ്ഞില്ല. മറിച്ച് തനിക്ക് ഇപ്പോഴാണ് ആശ്വാസമായതെന്നായിരുന്നു അയാളുടെ മറുപടി. കുറെ നാളായി മാർക്യൂസ് ഇക്കാര്യം അവളോട് പറയാനിരിക്കുകയായിരുന്നത്രേ. പക്ഷേ അവർക്കിടയിലുള്ള സ്പെഷ്യൽ ബോണ്ടിങ് അയാളെ അതിനനുവദിച്ചില്ല.
ഇപ്പോ കാതറിൻ തന്നെ ഇക്കാര്യം സമ്മതിച്ചതുകൊണ്ട് നമുക്ക് പഴയ പോലെ നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരാം എന്ന് പറഞ്ഞ് അയാൾ ആ ബന്ധം അവിടെ അവസാനിപ്പിച്ചു. കാതറിന്റെ ഹൃദയം തകർന്നു. പ്രണയം എന്നൊരു ചിന്ത പോലും ഇല്ലാതെ ശാന്തമായ മനസ്സും സന്തോഷകരമായ ദിനങ്ങളുമായി കഴിഞ്ഞു പോയിരിക്കുകയായിരുന്നു ആ സ്ത്രീ. അങ്ങനെയുള്ള അവളുടെ മനസ്സിൽ മാർക്കോസ് ഒരാഴമുള്ള മുറിവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൽ നിന്നും ഒഴുകുന്നത് രക്തമാണോ വിഷമാണോ എന്നതാണ് ഇനി മാർക്കോസിന്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത്. കാതറിൻ മാർക്കസിനോട് പരിഭവമൊന്നും കാണിച്ചില്ല. പഴയ സുഹൃത്തുക്കളെ പോലെ അവർ പെരുമാറാൻ തുടങ്ങിയിരുന്നു. മാർക്കസ് തന്റെ സ്ത്രീ ബന്ധങ്ങളെ കുറിച്ചെല്ലാം കാതറിനോട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് പല സ്ത്രീകളെ തേടി പോകുന്നത്? അയാളുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു, എന്ന് ഞാൻ എൻ്റെ ആത്മസഖിയെ കണ്ടെത്തുന്നുവോ അന്ന് ഞാൻ ഈ തിരയൽ അവസാനിപ്പിക്കും. പ്രണയദിനങ്ങളിൽ കാതറിൻ കരുതിയിരുന്നത് താനാണ് അയാളുടെ ജീവിതത്തിലെ അവസാന സ്ത്രീ എന്നായിരുന്നു. പക്ഷേ അവളെ മടുത്തു തുടങ്ങിയപ്പോൾ തന്നെ അയാൾ തന്റെ പഴയ പരിപാടി വീണ്ടും ആരംഭിച്ചു. കാതറിന്റെ മനസ്സിൽ ദിനങ്ങൾ കഴിയുന്തോറും പ്രണയ നൈരാശ്യം പകയായി മാറാൻ തുടങ്ങിയിരുന്നു. അയാളുടെ ഈ പെണ്ണിനു പിറകെയുള്ള പാച്ചിൽ ഏതു വിധേനയും എന്നേക്കുമായി നിർത്തിക്കണം. അതിന് ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു പാഠം അയാളെ പഠിപ്പിക്കണം, അവൾ തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെയാണ് പണ്ടൊരിക്കൽ സൂസൻ പാരീസിലെ വിശേഷങ്ങൾ പറയുന്നതിനിടയിൽ സൂചിപ്പിച്ച ഒരു കാര്യം അവൾ ഓർത്തത്. ഒരു അമ്മയുടെയും മകളുടെയും കഥ. ഒരു ധനികൻ വിവാഹ വാഗ്ദാനം നൽകി ഗർഭിണിയാക്കി ഉപേക്ഷിച്ച ഒരു പ്രഭിയും അവരുടെ 16 വയസ്സുള്ള അതിസുന്ദരിയായ മകളും. തന്നെ ചതിച്ചവർക്കെതിരെ കേസ് നടത്തി തോറ്റ് സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് സമൂഹം ദുർനടപ്പുകാരി എന്ന് മുദ്രകുത്തി ജീവിക്കാൻ വേണ്ടി ഇപ്പോൾ വേശ്യാലയത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീയായിരുന്നു അവർ. അവരുടെ മകളും വളർന്നപ്പോൾ അതേ ജോലി തന്നെ പിന്തുടർന്നു. ആ പെൺകുട്ടിയെ നമുക്ക് ആലീസ് എന്ന് വിളിക്കാം. അവളാണ് നമ്മുടെ കഥയിലെ യഥാർത്ഥ നായിക. അവളുടെ ശരീരം അവൾക്ക് പണിയായുധമായിരുന്നുവെങ്കിലും മനസ്സ് ഏറെ നിഷ്കളങ്കവും നന്മയേറിയതുമായിരുന്നു. ഗതികേട് കാരണം ചുമക്കേണ്ടി വരുന്ന പാപഭാരം കൊണ്ട് അവൾക്ക് ഒരു മനുഷ്യരുടെയും മുഖത്ത് നോക്കാനുള്ള ശക്തി പോലുമില്ലായിരുന്നു. ഒരിക്കലും കള്ളം പറയാൻ ഇഷ്ടപ്പെടാത്ത ദൈവഭയമുള്ള നിർമ്മലയായ ഒരു പെൺകിടാവ്. അതിസുന്ദരിയായ ഈ പെൺകുട്ടിയെ മുന്നിൽ നിർത്തി മാർക്കസിനോട് പ്രതികാരം ചെയ്യാനാണ് കാതറിൻ തീരുമാനിച്ചത്. അതിനായി കാതറിൻ ആദ്യം ചെയ്തത് ആലീസിന്റെ അമ്മയെ പണം വാഗ്ദാനം ചെയ്ത് കയ്യിലെടുക്കുകയായിരുന്നു. ഒരു മോശപ്പെട്ട മനുഷ്യനെ നല്ലവനാക്കാനുള്ള ശ്രമമാണെന്നും പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു. പക്ഷേ ആലീസിന് തുടക്കം മുതലേ ഇതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമായാണ് അവൾ ഇതിനെ കണ്ടത്. അങ്ങനെ ഒരു നാൾ വളരെ അവിചാരിതമായെന്ന വണ്ണം അവരെ ഒരു ഗാർഡനിൽ വച്ച് പഴയ പരിചയക്കാരെന്ന നിലയിൽ കാതറിൻ മാർക്കസിന് പരിചയപ്പെടുത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ ആലീസിന്റെ സുന്ദര രൂപം മാർക്കസിന്റെ മനസ്സ് കീഴടക്കി. പക്ഷേ അവൾ അയാളെ നോക്കിയതുപോലുമില്ല. കാതറിൻ അവരെ പറ്റി ഒരു കള്ളക്കഥ പറഞ്ഞ് അയാളെ വിശ്വസിപ്പിച്ചു. അവർ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിക്കുന്നവരാണെന്നും മറ്റും. ദിവസങ്ങൾ കഴിയുന്തോറും അയാൾക്ക് ആലീസിനെ കാണാനുള്ള ത്വര ഏറി വന്നു. മറ്റു സ്ത്രീകളിൽ താല്പര്യമില്ലാതായി. അവളുടെ മനോഹരവും കുലീനവുമായ മുഖം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ. പക്ഷേ അവരെ കണ്ടെത്താനുള്ള ഒരു വഴിയും അയാൾക്ക് മുന്നിലില്ലായിരുന്നു. അവരിലേക്കുള്ള ഏക മാർഗം കാതറിനും. കാതറിൻ ആദ്യമൊന്നും അയാളുടെ അപേക്ഷ പരിഗണിച്ചില്ല. പക്ഷേ നിർബന്ധം കൂടി വന്നപ്പോൾ ആത്മാർത്ഥ സുഹൃത്തിന്റെ വേഷമണിഞ്ഞവൾ അയാളെ സഹായിക്കാമെന്നേറ്റു. അങ്ങനെ കാതറിൻ അയാൾക്ക് വേണ്ടിയെന്ന ഭാവത്തിൽ ആലീസിനെയും അമ്മയെയും ഒരു അത്താഴ വിരുന്നിന് ക്ഷണിച്ചു. മാർക്കോസ് ആകട്ടെ യാദൃച്ഛികമായി അവിടെ എത്തി എന്ന ഭാവത്തിൽ അവിടേക്ക് കയറിയും ചെന്നു. പാവം അവർക്ക് മുന്നിൽ അഭിനയിച്ചു തകർക്കുകയായിരുന്നു. അയാൾക്കറിയില്ലല്ലോ ഈ 3 സ്ത്രീകളും കൂടി അയാളെയാണ് വിട്ടിയാക്കുന്നതെന്ന്. ഡിന്നറിന് ശേഷം ആലീസിനെയും അമ്മയെയും പിന്തുടർന്ന് മാർക്കസിന്റെ ആളുകൾ അവരുടെ താമസ സ്ഥലം കണ്ടെത്തി. പിന്നങ്ങോട്ട് കുറെ നാളുകൾ ആലീസിനെ തന്റെ വരുതിയിലാക്കാനുള്ള അയാളുടെ പരിശ്രമങ്ങളായിരുന്നു. അവൾക്ക് പ്രണയലേഖനങ്ങൾ എഴുതി, പണം നൽകി, വിലയേറിയ ആഭരണങ്ങൾ നൽകി. അവസാനം അയാളുടെ സമ്പത്തിന്റെ പകുതി വരെ നൽകാമെന്ന് വാഗ്ദാനം നൽകി. എന്തിന്, അവരുടെ ചർച്ചിലെ പുരോഹിതനെ കൊണ്ടുവരെ റെക്കമെൻഡ് ചെയ്യിപ്പിച്ചു. ഇടയ്ക്ക് ആലീസിന്റെ അമ്മയുടെ മനസ്സൊന്നു മാറിയെങ്കിലും കാതറിന്റെ ആജ്ഞപ്രകാരം അവർക്ക് അയാളുടെ സമ്മാനങ്ങളൊന്നും തന്നെ സ്വീകരിക്കാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. അവസാനം മനസമാധാനം നഷ്ടപ്പെട്ട മാർക്കസ് ആലീസിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അത് തന്നെയായിരുന്നു കാതറിന്റെ ലക്ഷ്യവും. അങ്ങനെ ആ വിവാഹം കഴിഞ്ഞു.
അന്ന് മാർക്കസ് ലോകത്തിൽ തന്നെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനായിരുന്നു. തന്റെ പ്രണയിനിയെ താൻ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ആലീസിന്റെ മനസ്സ് ഭയം കൊണ്ട് നീറി പുകയുകയായിരുന്നു. അവൾക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലായിരുന്നു. അയാളെ ഒരു ഭാര്യയായി വഞ്ചിക്കാൻ അവളുടെ മനസ്സിന് കഴിയില്ല. പക്ഷേ അമ്മയുടെ നിർബന്ധവും കാതറീനോടുള്ള ഭയവും അവൾക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹ പിറ്റേന്ന് കാതറീൻ മാർക്കസിനെയും ആലീസിനെയും അവളുടെ അമ്മയെയും കൂട്ടി ഒരു യാത്ര പോയി. യാത്ര അവസാനിച്ചത് ഒരു വേശ്യാലയത്തിന് മുന്നിലായിരുന്നു. അന്തം വിട്ട് നിന്ന മാർക്കസിനോട് കാതറീൻ അവളുടെ പ്രതികാരം നിറവേറിയതായി പറഞ്ഞു. മുഴുവൻ കഥയും അറിഞ്ഞ മാർക്കസ് ആലീസിനോട് ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ: അവൾ അവിടെ ജോലി ചെയ്യുകയല്ലായിരുന്നുവല്ലോ എന്ന്. പക്ഷേ മറുപടി വിപരീതമായിരുന്നു. ആ നിമിഷം തന്നെ ആലീസിനെ അവിടെ ഉപേക്ഷിച്ച് അയാൾ തിരികെ പോയി. അവൾ അയാളുടെ പിറകെ ഓടിയെങ്കിലും ഫലമുണ്ടായില്ല. അങ്ങനെ കാതറീന്റെ പക തീർന്നു. പക്ഷേ അതിന്റെ ഫലമായി ആലീസിന് കൈവന്ന നല്ലൊരു ജീവിതമാണ് നഷ്ടമായിരിക്കുന്നത്. അവളുടെ അമ്മയോ തങ്ങളും വഞ്ചിക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ സ്തബ്ധയായി നിന്നതേയുള്ളൂ. പക്ഷേ ഇനിയാണ് ഈ കഥയിലെ യഥാർത്ഥ ട്വിസ്റ്റ്. വിവാഹ പിറ്റേന്ന് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച ദുഃഖത്തിൽ ആലീസ് ആത്മഹത്യക്ക് ശ്രമിച്ചു. നാട്ടുകാരുടെ മുന്നിൽ ഒരു ചീത്ത സ്ത്രീയെ വിവാഹം കഴിച്ചെന്ന പേരിൽ നാണം കെട്ടുവെങ്കിലും ആലീസ് ജീവനൊടുക്കാൻ ശ്രമിച്ച കാര്യം അറിഞ്ഞപ്പോൾ മാർക്കസിന്റെ മനസ്സു മാറി. അവളുടെ അവസ്ഥ മനസ്സിലാക്കിയ അയാൾ അവളെ സ്വീകരിച്ചു. താൻ ആലീസിനെ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് അയാൾക്ക് അപ്പോഴാണ് ഉണ്ടായത്. മറ്റു സ്ത്രീകളെ പോലെയല്ല അവൾ. അവളുടെ ശരീരം ഒരു പക്ഷേ കളങ്കപ്പെട്ടിരിക്കാം, പക്ഷേ അവളുടെ മനസ്സ് പോലെ വിലപിടിച്ചതൊന്നും അയാൾക്ക് ഈ ലോകത്ത് കണ്ടെത്താൻ കഴിയില്ലെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. കാലം കടന്നുപോയി. ഒരു നാൾ സൂസൻ മാർക്കസിനെയും ആലീസിനെയും ഒരുമിച്ച് കണ്ടു. അവർ സന്തോഷത്തോടെ ജീവിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കി. പക്ഷേ ഈ സത്യം തന്റെ സുഹൃത്തായ കാതറിനോട് പറയാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. മാർക്കസ് ആകട്ടെ തന്റെ ആത്മാർത്ഥ സുഹൃത്ത് തന്നെ ചതിച്ചെങ്കിലും യഥാർത്ഥ പ്രണയത്തെ കണ്ടെത്തിയെന്ന് ആശ്വസിച്ചു. കാതറീനോ പ്രതികാരം നിറവേറി. ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നാലും തനിക്കൊന്നുമില്ല എന്ന ഭാവത്തിലാണിരുന്നെങ്കിലും അവളുടെ കണ്ണുകളിൽ ദുഃഖമായിരുന്നു തെളിഞ്ഞു കണ്ടത്. അവൾ അപ്പോഴും മാർക്കസിനെ പ്രണയിക്കുന്നുണ്ടായിരിക്കണം. ഇതൊരു മധുര പ്രതികാരമാണ്. തന്റെ സുഹൃത്തിന് അവൾ 8ന്റെ പണിയാണ് കൊടുത്തതെങ്കിലും അയാൾക്കത് നല്ലതായല്ലേ ഭവിച്ചത്. സ്വഭാവ ദൂഷ്യമെല്ലാം വിട്ട് അയാൾ ഒരു കുടുംബസ്ഥനായി മാറി. ആലീസിന് നല്ലൊരു ജീവിതവും കിട്ടി. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും കാതറീന് മാത്രമാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. മാർക്കസിനെ പോലെ നല്ലൊരു സുഹൃത്തിനെ. അതാണ് അവളുടെ നിരാശയുടെ യഥാർത്ഥ കാരണവും. ഈ കഥ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.